ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? കൊല്ലങ്കോട്. കൊല്ലങ്ങോട്. പാപ്പ കൊല്ലങ്ങോട് നമ്മൾ ആദ്യം കാണുന്ന സ്ഥലം താമരപ്പാടാണ്. അവിടെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ കുറേ സ്ഥലമുണ്ട് കേട്ടോ പാർക്കിംഗ്. ഈ ഭാഗത്ത് കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ട്രാവൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഇറങ്ങി. അവിടെ നമ്മുടെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ നടന്ന് പോകുന്നത്. എന്തായാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാം. എത്ര രൂപ ഇരുന്ന് അറിയില്ല, ടിക്കറ്റ് എടുക്കുന്ന നോക്കി നോക്കാം. 2 ടിക്കറ്റാണ് കേട്ടോ ഞങ്ങളെടുത്ത്. ഞാനും ബ്രോയ്ക്കാണ് ടിക്കറ്റ് എടുത്ത്. ബ്രോയാണ് ടിക്കറ്റിൻ്റെ പൈസ കൊടുക്കുന്നത്. ഒരു ടിക്കറ്റ് 30 രൂപ, 2 പേർക്ക് 60 രൂപയായി. ഒരാളവിടെ നിൽക്കുന്നുണ്ട് ടിക്കറ്റൊക്കെ കളക്ട് ചെയ്യാൻ. കുറേ പൂക്കളുണ്ടല്ലോ, എന്ത് രസമാണെന്നറിയോ കാണാൻ. കുറേ പൂക്കൾ. കൊഴുത്തൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഈ ഒരു സൈഡൊക്കെ കൊഴുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെണ്ടുമല്ലി ഉണ്ട്, പിന്നെ ഏതോ ഒരു കളർ പൂവാണുള്ളത്. കൊഴുത്ത് ഇതിന് ഒരാഴ്ച മുന്നേ തോന്നുന്നു കൊഴുത്തൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതൊക്കെ കാണാൻ എന്ത് രസമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് പോകുന്നത് ചെല്ലപ്പേട്ടൻ്റെ ചായക്കടയിലേക്കാണ് കേട്ടോ. കൊഴുത്തൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ചെല്ലപ്പേട്ടൻ്റെ ചായക്കട. ഈ കട ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. കളത്തിലേക്ക് വരുന്നവർ ഈ കട സന്ദർശിക്കാണ്ടൊന്നും പോകൂലേ. ഇവിടെ നല്ല അടിപൊളി ചായയൊക്കെ കിട്ടും. ഇതാണ് നമ്മുടെ പെരിങ്ങോട്ടുശ്ശേരി കളം. പ്രകൃതിദത്തമായതാണ് മൊത്തം കാണുന്നത്. നല്ല രസമുള്ള പ്ലേസ്. നമ്മളെ നെല്ലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞാൽ സൂക്ഷിക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഈ കളം എന്ന് പറയുന്നത്. നമുക്ക് നെല്ല് സൂക്ഷിക്കുന്ന റൂം കാണാം. ഈ റൂമിലാണ് കേട്ടോ ഇവർ നെല്ലൊക്കെ സൂക്ഷിക്കുന്നത്. ഈ റൗണ്ടായിട്ട് കണ്ടവിടെയൊക്കെ മുറങ്ങൾ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ കണ്ടോ പാറയാണ് കേട്ടോ. പാറയിലാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ നെല്ലറ. ഈ ഡോറിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇതിൽ 5 കീസാണുള്ളത്. ഈ ഡോറ് അത്രയും ബലമുള്ള ഡോറാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നത് നെല്ലില്ലേ, നെല്ലളക്കുന്ന പടിയാണ്. അത് ക്യാഷ് പെട്ടി. ഇത് നെല്ല് കുത്തുന്ന ഒലക്കയാണ്. ഇവിടെയൊക്കെ നെല്ലൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അടുത്താളൊക്കെ കണ്ട നല്ല രസമുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മളെ നെല്ലൊക്കെ ആ കാലത്ത് വേഗം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്, കാളവണ്ടിയാണ്. ഇതിപ്പോൾ യൂസ് ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഓല മേഞ്ഞ് നല്ല രസമുണ്ട്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇത് നമ്മുടെ അവിടുത്തെ താമരക്കുളമാണ്. കുറേ നേരം ഞാനിവിടെ ഇരുന്നു കേട്ടോ. നല്ല രസമുള്ള താമരക്കുളമാണ്. പിന്നെ ഒരു ആമ്പലൊക്കെ ഉണ്ട്. പച്ച വിരിഞ്ഞ പാടങ്ങളും കുന്നുകളും എന്ത് രസമാണ് കാണാൻ. ഇത് നമ്മുടെ പ്രകൃതി ക്ഷേത്രമാണ്. ഇവിടെ കറുപ്പുസ്വാമിയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാവാൻ തോന്നുന്നു ഭയങ്കര തിരക്ക്.
ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പുറത്തൊരു കുളമൊക്കെ ഉണ്ട്. ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുറേ ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. ഒരു ചേട്ടൻ കോഴീനൊക്കെ പിടിച്ചിരിക്കുന്നു. എന്തോ കൊടുക്കാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം ഇവിടെ സമയം ചിലവഴിച്ചു. ഇങ്ങനെ മെല്ലെ വീഡിയോസൊക്കെ എടുത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നതും കണ്ട്. കുറേ പേര് ഫാമിലിയൊക്കെ ആയിട്ടാണ് കേട്ടോ അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. ഈ ആൽമരമൊക്കെ എന്ത് രസമാണ്. അവിടെ കണ്ടോ ഒരു ബ്രോ ഇങ്ങനെ കളിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലം വരുന്നത്. നല്ല രസമാണ് ഇങ്ങനെ ഇവർ കളിക്കുന്നത്, താറാവ് കുട്ടികൾ. ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല രസമായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഈ താറാവ് കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ കൊല്ലങ്കോടൊക്കെ സന്ദർശിക്കണം കേട്ടോ. മഴക്കാലത്തൊക്കെ ഈ ഒരു സ്പേസ് അടിപൊളിയായിരിക്കും. നമുക്ക് തനി നാടൻ ഗ്രാമമാണ് കേട്ടോ മൊത്തമായിട്ട് കൊല്ലങ്കോട്. ഈ ഒരു സ്പേസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവിടെ പശുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് രസമാണ് കാണാൻ. ഒരു വീട് പ്രകൃതിയാണ്.